നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എണീറ്റ് അടുപ്പെല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് ചായ വയ്ക്കാൻ കേട്ടോ. ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് പൊടിയിട്ടു പഞ്ചസാര ഇട്ട് ഇറക്കി വെച്ചു. ഇന്ന് രാവിലെ ഇനിയിപ്പോൾ എന്താണ് എന്നുള്ളതായിരിക്കും ഓരോ വീട്ടമ്മയുടെയും മനസ്സിലല്ലേ. രാവിലെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ജോലികളെല്ലാം വേഗം തീർക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ആദ്യം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് പിന്നെ മാവ് ബാക്കിയുണ്ടെങ്കിലൊക്കെ ഞാൻ അടുത്ത ദിവസം ദോശയ്ക്കായിട്ട് എടുക്കുക ചെയ്യുക കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. അങ്ങനെ നമ്മൾ ഇഡ്ഡലി തട്ടെടുത്തു, അതിൽ എണ്ണ തടവി നമ്മൾ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആവുമ്പോഴേക്കും നമ്മൾ പഴയ ഇഡ്ഡലി ചെമ്പിൻ്റെയൊക്കെ തട്ടുകൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാവുമ്പോൾ നമ്മൾ ഇറക്കുന്ന സമയത്ത് അടുത്ത പഴയ തട്ടിൽ നമ്മൾ മാവ് വെച്ചിട്ട് വേഗം അടുപ്പത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇഡ്ഡലിക്ക് ഇടയ്ക്ക് സാമ്പാറാണ് ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ എന്തായാലും ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ട നാളികേരം പൊളിക്കുകയാണ്. നാളികേരം പൊളിച്ച് കൊണ്ടുവന്ന് അത് ഇപ്പോൾ തെങ്ങ് കയറിയിട്ടുണ്ടല്ലോ, തെങ്ങ് കയറിയ കാരണം നാളികേരം ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അതൊന്ന് പൊളിച്ചിട്ടൊക്കെ വിൽക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നാളികേരം എടുത്ത് പൊളിച്ചു. ഇനി അത് ചിരകി നമുക്ക് ചട്നിക്ക് വേണ്ടിയിട്ട് അരയ്ക്കാം. ചട്നിക്ക് അരയ്ക്കുമ്പോൾ ഇന്നിപ്പോൾ പച്ചമുളക് ഇട്ടിട്ട് അരയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും ഉപ്പ് ഇത്രയാണ്, നാളികേരം ഇത്രയാണ് നമ്മൾ ചട്നിയിലേക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ നാളികേരം ഉടച്ചു അതിൻ്റെ വെള്ളമൊക്കെ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് കുടിക്കാൻ, വെള്ളം വറ്റിക്കണം കേട്ടോ. ചെറിയ നാളികേരമാണ്. അപ്പോൾ ആ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് കുടിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അത് നമ്മൾ ചിരകി ചട്നി തയ്യാറാക്കുക. ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം വെച്ചിരുന്ന ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത തട്ട്, പഴയ തട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ പഴയ തട്ടിലേക്ക് എണ്ണ തടവി കൊടുത്തിട്ട് ഇനി അടുത്തതും വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. എല്ലാവരും കാണുമ്പോൾ വെറുതെ കണ്ടു പോവാതെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല നല്ല ഫാമിലി മെമ്പേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ഇഡ്ഡലിയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ ചിരകുകയാണ്. ചിരകി എടുത്ത് നമുക്കതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാനും ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാലേ കൂടുതൽ വീഡിയോസ് നമുക്ക് ഇടാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ട് ആവശ്യമാണ് കേട്ടോ. കുറേ ആയിട്ട് നമ്മൾ ഡിലേ വന്ന കാരണേ നമ്മളെ ചാനലിൽ വീണ്ടും വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റേതായ ഒരു താമസം കാണുന്നുണ്ട്. കുറേ ആയിട്ട് ഒരു മടി പിടിച്ചിരുന്നതാണ് വീഡിയോസൊന്നും ഇടാതെ. അന്നേ ഇട്ട് പോവുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്തില്ല. അപ്പം എന്നും നമ്മളെ വീട്ടുകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി നമ്മൾ നന്നാക്കി എടുത്തു. പച്ചമുളക് 4 എണ്ണം ഇട്ടു, ഉപ്പിട്ടു, നാളികേരം, പിന്നെന്താ ഒരു കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ അങ്ങനെ ഇഞ്ചി ചേർക്കാറുണ്ട്. ഇഞ്ചി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, ചെറിയ ഉള്ളി, നാളികേരം ഇതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മളുടെ നേരത്തെ വെച്ചിട്ടുള്ള ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങി അതിൽ അടുത്ത തട്ടിൽ എണ്ണ തേച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ജാറിൽ നാളികേരം ഇട്ടിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചട്നിക്കുള്ള കാര്യങ്ങൾ തയ്യാറായി വരികയും ചെയ്യും. അപ്പോൾ ഒന്നും ഡിലേ ഇല്ലാതെ ഓരോ അടുപ്പത്തായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ രാവിലത്തെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് കഴിയും കേട്ടോ. ഗ്യാസ് ഉള്ളത് കൊണ്ട് വളരെ ഉപകാരമാണ്. ചോറും കറികളൊക്കെ നമ്മളപ്പോൾ എന്ത് ചെയ്യും, അടുപ്പത്ത് വയ്ക്കും. ചില ദിവസങ്ങളിൽ നമ്മൾ റൈസ് കുക്കറിൽ വേവിക്കുക ചെയ്യുക കേട്ടോ. അങ്ങനെ അതും ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുത്തു. ഇനി നമുക്കതിന് ചട്നി ഒന്ന് വറവിടാം കേട്ടോ. അതിന് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് താളിച്ച് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിയും ചട്നി ഇവിടെ റെഡിയാവും. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ കാര്യം. ചായ നേരത്തെ റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ ചായ ഉണ്ടാക്കി വയ്ക്കും. ചേട്ടൻ പോകുമ്പോഴേക്ക് എല്ലാ കാര്യങ്ങളും ആദ്യം കൊടുത്തു വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിങ്ങളെ കാണിക്കുകയെന്ന് മാത്രം. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം, സുഖമല്ലേ? അങ്ങനെ നമ്മുടെ ചട്നി തയ്യാറാക്കുകയാണ്. അപ്പം പാൻ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കടുക് പൊട്ടിക്കണം, ഉണക്കമുളക് ഇടുക, കറിവേപ്പില. ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും ഇങ്ങനെ കേട്ടോ. കവറിലാക്കിയിട്ട് വെച്ചാൽ ഒരുപാട് സമയം ഇരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഒന്ന് കൂടുതൽ സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്താൽ നമ്മൾ
ഒരു ഫാമിലിയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മളുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ചട്നിയായി, ഇഡ്ഡലിയായി, ചായ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയേ ഉള്ളൂ. ഓക്കേ, ബൈ.